ഒന്നുകിൽ ലക്ഷ്മി എല്ലാത്തിൻ്റെയും ഭാഗമാണ്, അല്ലെങ്കിൽ ആരെയെങ്കിലും ഭയക്കുന്നു. ബാലഭാസ്കറിനോട് സ്റ്റീഫൻ ദേവസി 43 മിനിറ്റ് എന്താണ് സംസാരിച്ചത്? കലാഭവൻ ശോഭി ചോദിക്കുന്നു. മലയാളികളെ ഏറെ ഞെട്ടിച്ച ദുരന്ത വാർത്തകൾ ഒന്നായിരുന്നു 6 വർഷം മുമ്പ് നടന്ന വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെയും മകളുടെയും മരണം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് ബാലഭാസ്കർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. മകൾ സംഭവസ്ഥലത്തും ബാലഭാസ്കർ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചത്. എന്നാൽ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ബാലഭാസ്കറിന്റെയും മകളുടെയും ജീവനെടുത്ത വാഹനാപകടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം കുറച്ചു നാളുകളായി കേൾക്കുന്നുണ്ട്. പക്ഷേ ഇക്കാലം വരെ എന്നൊക്കെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടും ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആദ്യമായി ലക്ഷ്മി ഒരു പ്രമുഖ മാധ്യമത്തോട് സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെ വിവാദങ്ങളും നിറയുന്നുണ്ട്. ഇപ്പോഴിതാ ലക്ഷ്മി ആദ്യമായി അഭിമുഖം നൽകുന്നുവെന്ന് പറഞ്ഞ് കലാഭവൻ ശോഭി പറഞ്ഞ വാക്കുകൾ വൈറലാകുകയാണ്. ലക്ഷ്മി വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമാണെന്ന് ശോഭി വ്യക്തമാക്കി. സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിക്കെതിരെയും ശോഭി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ കാണാൻ കയറും മുമ്പ് ബാലുവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള ലക്ഷണങ്ങൾ കണ്ടിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞതായി ശോഭി ഓർക്കുന്നു. ലക്ഷ്മി വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമാണ്. ലക്ഷ്മി സംസാരിക്കണമെന്ന് 6 വർഷമായി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ്. ലക്ഷ്മി പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അത് കേട്ടിട്ട് 1 മണിക്കൂറിന് ശേഷം ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം ഉറങ്ങിയെന്നും ഒന്നും ഓർമ്മയില്ലെന്നുമാണ് ലക്ഷ്മി CBIക്ക് നൽകിയ മൊഴി. അതിന് ഖണ്ഡിച്ച് ലക്ഷ്മി എന്ത് സംസാരിക്കുമെന്നാണ് അറിയേണ്ടത്. കേസ് റീഓപ്പൺ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, കാലം തെളിയിക്കുമെന്ന്. ലക്ഷ്മി സംസാരിക്കട്ടെ, നമുക്ക് നോക്കാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരായിരിക്കും ലക്ഷ്മിക്ക് പിറകിൽ. ഒന്നുകിൽ ലക്ഷ്മി എല്ലാത്തിൻ്റെയും ഭാഗമാണ്, അല്ലെങ്കിൽ ലക്ഷ്മി ആരെയെങ്കിലും ഭയക്കുന്നുണ്ടാകും. ക്രിട്ടിക്കൽ ICUവിൽ കഴിയുന്ന ബാലഭാസ്കറിനെ കയറിക്കണ്ട് 43 മിനിറ്റ് സ്റ്റീഫൻ ദേവസി സംസാരിച്ചതിനെക്കുറിച്ച് CBI അന്വേഷിച്ചിട്ടില്ല. ക്രിട്ടിക്കൽ ICUവിൽ കയറാൻ സ്റ്റീഫൻ ദേവസിക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നിട്ടില്ല. ക്രിട്ടിക്കൽ ICUവിൽ കിടക്കുന്ന ഒരാളോട് 43 മിനിറ്റ് സംസാരിക്കാൻ എങ്ങനെ അനുവാദം കിട്ടി? ബാലുവിൻ്റെ അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബാലു 3 സ്പൂൺ കഞ്ഞി കുടിച്ചുവെന്ന്. അതൊരു പോസിറ്റീവ് റിസൾട്ടാണ്. ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. ബാലുവിന് ടെൻഷൻ നൽകുന്നത് പ്രവർത്തിക്കാതിരുന്നാൽ ആളെ പതിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ICUവിലേക്ക് മാറ്റാമെന്നും പറഞ്ഞിരുന്നു അത്രേ. ബാലുവിൻ്റെ അച്ഛനൊക്കെ വീട്ടിലേക്ക് പോയ സമയത്താണ് സ്റ്റീഫൻ വന്ന് ബാലുവിനെ കണ്ടത്. വൈകാതെ ബാലു മരിക്കുകയും ചെയ്തു. 43 മിനിറ്റ് ക്രിട്ടിക്കൽ ICUവിൽ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് സ്റ്റീഫൻ പറഞ്ഞത്. ശോഭി പറയുന്നു. അതിനൊന്നും പറയാൻ മറുപടിയില്ലെന്നാണ് പരിഹസിച്ചുകൊണ്ട് ശോഭി പറയുന്നത്. ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ലിസ്റ്റാണ് സ്റ്റീഫൻ ദേവസിക്കുള്ളത്. എന്നാൽ ബാലഭാസ്കറിൻ്റെ മരണശേഷം സത്യം തെളിയണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടവരിൽ ഒരാളാണ് കലാഭവൻ ശോഭി.